ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്നാണ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പണിയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇടയായിട്ട് വീഡിയോസൊക്കെ യൂട്യൂബിലിട്ട് വളരെ കുറവാണ്. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ മെയിനായിട്ട് ഇങ്ങനെ മറ്റേ വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ നമുക്ക് സെറ്റായിട്ടാണ് കസ്റ്റമർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ഗ്നൂം ട്യൂബിൻ്റെ കേക്കിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്ക്സ്, സിക്കിൾസ്, പോപ്സ്, ബ്രൗണീസ്, ഡോണട്ട്സ് എല്ലാ ഐറ്റംസും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. എല്ലാ കേക്ക്സും ഏകദേശം ഒരേ സമയത്താണ് ഓർഡർ ഉണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു കസ്റ്റമർ തന്ന ഒരു പണി ഞാൻ പറഞ്ഞു തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കെല്ലാം ഡെലിവറി ചെയ്യാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ടൈമിലാണ് കസ്റ്റമർ വിളിച്ചിട്ട് ഒരു കേക്കും കൂടി വേണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കേക്കും കൂടി ഒരു 2 മണിക്കൂറും കൂടിയും സമയമുണ്ട്, അതിനുള്ളിൽ നിങ്ങൾ എങ്ങനെയും സെറ്റ് ചെയ്താട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിതിൻ്റെ കൂടെ ഒരു കേക്കും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു 1/2 kg കേക്കായിരുന്നു. അങ്ങനെ ഉമ്മയാണ് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് ഇപ്പുറത്തെ ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് അടുത്ത കേക്ക് ഡെലിവറി ചെയ്യേണ്ട ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർ പറഞ്ഞു പെൺകുട്ടി ആണെങ്കിൽ പോലും ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളർ ഒരു ബ്ലൂ കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനോട് സെറ്റായി വരുന്ന രീതിക്കാണ് കേക്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ എഡിറ്റിങ്, അതായത് ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ പിൻട്രസ്റ്റിൽ പോയിട്ട് ഓരോ ഫോട്ടോസും എടുത്തിട്ട് ഇൻഷോട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് റെഡിയാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഹോം ബേക്കേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ. ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അപ്പോൾ അതങ്ങനെ ക്ലിയർ ആക്കിയെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇതൊരു ബ്രെഡ് ടു ബി കേക്കാണ്. അപ്പോൾ ഇതൊരു വൈകുന്നേരത്തേക്കുള്ള കേക്കായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് പുറത്തൊരു കസ്റ്റമർ വന്ന് നിൽക്കുന്നത്. പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 10 എണ്ണം. അത് ഞാൻ ഓൾറെഡി തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. കേക്കെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇതാ ഓരോ കവറിലും ഇങ്ങനെ പേരും അതുപോലെ തന്നെ എത്ര റേറ്റ് ആണെന്നുള്ളതും ഇങ്ങനെ എഴുതി വെക്കും ഞാൻ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ഇങ്ങനെ റേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ 20 രൂപയ്ക്കാണ് ഞാൻ ഏറ്റവും ചെറിയ മിരി കുനാഫ ചോക്ലേറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ 50, അതിൻ്റെ തൊട്ട് മുകളിൽ 100, പിന്നെ 450, അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.